അതിന് വരുമ്പോൾ ഒരു റോഡരികിൽ ഒരു ആൾ കിടക്കുന്നുണ്ട്. ഞാൻ സുഖമില്ലാതെ കിടക്കുക. അപ്പം സത്യത്തിൽ കള്ള് നാറിയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകാൻ വയ്യ. എന്തോ മദ്യം കുടിച്ചിട്ട് മത്ത് പിടിച്ച് കിടക്കണം. ഞാൻ കാലങ്ങനെ നിരീക്ഷിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്നു. എന്താണ് ഇയാൾ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുക. അയാൾ നല്ലൊരു വീട്ടിൽ താമസിച്ചിരുന്ന കള്ളുകൂടി തുടങ്ങി വീട്ടിൽ പണിയെടുത്ത് കൊടുക്കുന്ന പൈസ മുഴുവൻ കള്ളുടിച്ചിട്ട് വീട്ടിൽ പോകില്ല, അവിടെ എവിടെയെങ്കിലും സൈഡായി കിടക്കുകയാണ്. അപ്പം ഞാൻ കണ്ടു ഈ കള്ളിനെ കുറിച്ച് ഇത്രമാത്രം വിഷമിച്ച് ഓരോ കുടുംബത്തിൻ്റെയും സമാധാനം നശിക്കുകയാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഉപേക്ഷിക്കുക. കുടുംബത്തിലെ സ്വസ്ഥയും സമാധാനവും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാണ് നമ്മളെ ഈ വരുന്ന തലമുറയുടെ പോക്ക്. എന്ന് വെച്ചാൽ വൈകുന്നേരം വരെ ജോലി എടുത്തിട്ട് 1000 1500 ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ 700 കള്ളും വാങ്ങി ബാക്കി 400 ലോട്ടറി എടുത്ത് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ എന്ത് സമാധാനമുള്ളത്? അപ്പം ആയതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ശരിയാക്കണം. നമ്മളെ ജീവിതം നമ്മൾ ശരിയാക്കണം. നമ്മൾ ചിന്തിക്കണം നമ്മളെ ജീവിതം ശരിയാക്കാൻ വേണ്ടിയിട്ട്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, 13-ാമത്തെ സൂറത്തിലെ 11-ാമത്തെ ആയത്തിലൂടെ നമ്മളെ ശരിയാക്കാൻ തിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ശരിയാക്കാൻ ആരും ഉണ്ടാവില്ല. ഇത് ഡൽഹി പാർലമെന്റ് ഗേറ്റിലും കൂടി എഴുതി വെച്ചൊരു വേർഡാണത്.